നമസ്കാരം. രാജ്യത്ത് കലാപമുണ്ടാക്കുവാനുള്ള അവസരങ്ങൾ ആസൂത്രണം ചെയ്യുക, ആ കലാപങ്ങൾക്ക് മതപരിവേഷം നൽകി ആളിക്കത്തിക്കുക, പിന്നീട് മതങ്ങളെ തമ്മിലടുപ്പിക്കുക, ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന കഥയുണ്ടാക്കി രാജ്യത്തിനകത്തും പുറത്തും ആസൂത്രിതമായ നീക്കങ്ങൾ കൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുക. ഇതൊക്കെയാണ് മണിപ്പൂർ മോഡൽ നമുക്ക് പറഞ്ഞു തരുന്നത്. വംശീയ കലാപത്തെ വർഗീയ കലാപമാക്കി മാറ്റാൻ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നും അവരുടെ മാത്രം ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു എന്നുമുള്ള വമ്പൻ കോലാഹലങ്ങൾ കൊണ്ട് ഇന്ത്യൻ സമൂഹത്തെയാകെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിച്ച സംഘടിത കക്ഷികൾക്കും മാധ്യമങ്ങൾക്കും ലക്ഷ്യം ഇന്ത്യയെ നയിക്കുന്ന ദേശീയ സർക്കാരിന്റെ പതനമായിരുന്നു. കുറ്റവാളികളാൽ വിവസ്ത്രയാക്കപ്പെട്ട സ്ത്രീയുടെ ചിത്രങ്ങളും ഒരു വിഭാഗത്തിന്റെ മാത്രം തകർക്കപ്പെട്ട ആരാധനാലയവും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വികാര തീവ്രതയോടെ അവതരിപ്പിച്ചതിനു പുറകിലെ ലക്ഷ്യവും വംശീയ കലാപത്തെ വർഗീയ കലാപമാക്കി ചിത്രീകരിക്കാനായിരുന്നു. അതിനെ തീവ്രമാക്കി കാണിക്കുവാനായിരുന്നു. മെയ്തിയും കുക്കിയും 1958 മുതൽ മണിപ്പൂരിനെ കലാപഭൂമിയാക്കിയിരുന്നു. നെഹ്റു ഗതിയില്ലാതെ അഫ്സ ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് നടപ്പിലാക്കിക്കൊണ്ട് സംസ്ഥാന സുരക്ഷാ സൈനികരെ ഏൽപ്പിച്ചതും അതിനെതിരെ ഇറോം ശർമിള അടക്കം ദശാബ്ദങ്ങൾ സമരം ചെയ്തതും മാധ്യമങ്ങളടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ട് തന്നെ വിസ്മൃതിയിലാക്കി. മുൻപ് നടന്ന നിരവധി കലാപങ്ങളും സ്ത്രീപീഡനങ്ങളും അവർ ശ്രദ്ധിക്കുവാൻ പോലും കൂട്ടാക്കിയില്ല. അത് എങ്ങനെ ചെയ്യാനാണ്? അന്ന് കേന്ദ്രവും മണിപ്പൂർ സംസ്ഥാനവും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് കലാപവും പീഡനങ്ങളും മതേതരമാണെന്ന് മാധ്യമങ്ങളടക്കം വിലയിരുത്തിയിട്ടുണ്ടാകും. കുക്കിയിലും മെയ്തിയിലും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ടെന്നിരിക്കെ ഇരു ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന് വർഗീയ നിറം നൽകി അത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ വെറുപ്പ് ആളിക്കത്തിച്ചവർക്കെതിരെ അന്നു തന്നെ മുംബൈ ആർച്ച് ബിഷപ്പ് കാർഡിനാൽ ഓൾസാൾ ഗ്രേഷ്യസും ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമോണും പറഞ്ഞത് വർഗീയ കലാപം എന്ന വിലയിരുത്തൽ തെറ്റാണെന്നും പലരും കലാപത്തിനുള്ളിൽ മതം കലർത്തുവാനുള്ള ഗൂഢശ്രമം നടത്തുന്നുവെന്നുമാണ്. മണിപ്പൂരിലേത് വംശീയ കലാപമാണെന്ന് അവർ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയും ചെയ്തു. എന്നാൽ അതൊക്കെ വെള്ളത്തിലൊഴുക്കിയ രാഷ്ട്രീയ മുതലെടുപ്പുകാരും മാധ്യമ ഏജന്റുമാരും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ സത്യസന്ധമായ വിലയിരുത്തലുകൾക്ക് പുല്ലുവിലിയാണ് നൽകിയത്. 1958 മുതലുള്ള ഈ വംശീയ കലാപത്തിന് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നിറം മാറ്റി വർഗീയമാക്കാൻ ശ്രമിച്ചവർക്ക് രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും നിർലോഭം പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നത് നിശ്ചയമാണ്. ദേശീയ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ആഞ്ഞടിച്ച ഈ വിഷയം ഇന്ന് വീണ്ടും ചർച്ചയാകുന്നത് മലങ്കര യാക്കോബ സുറിയാനി സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും പുതിയ പ്രസ്താവനകളോടെയാണ്. മുൻപ് RSS സംഘ് ചാലക് മോഹൻ ഭഗവത് മണിപ്പൂരിലേത് ഗോത്രയുദ്ധമാണെന്ന് പറഞ്ഞത് സ്ഥിരീകരിക്കുകയാണ് മലങ്കര യാക്കോബ സുറിയാനി സഭ അധ്യക്ഷൻ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയും ഇത്തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയത്തിൽ ഏതുതരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്താമെന്ന പ്രവണത മാറിയില്ലെങ്കിൽ ഇതര മതങ്ങളിലെ വ്യക്തികൾ നടത്തുന്ന തർക്കം പോലും മതവൈദ്യത്തിലേക്കും കലാപത്തിലേക്കും തിരിച്ചുവിട്ട് മുതലെടുപ്പ് നടത്തുവാനുള്ള പ്രയത്നങ്ങൾ അപകടകരമാം വിധം ഉയർന്നു വരും. ആരോപണങ്ങൾ തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്തം കൂടി ആരോപിക്കുന്നവന് ഇല്ലെങ്കിൽ ബഹുസ്വരയിൽ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറികൾക്ക് വഴിയൊരുങ്ങാവുന്നതാണ്. അതുകൊണ്ട് മണിപ്പൂർ ഒരു ഉദാഹരണമായി കണ്ടുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കപടവാദികൾക്കെതിരെ നടപടികൾ എടുക്കുവാൻ തയ്യാറാകണം.